ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ഗൃഹശ്രീ പദ്ധതി പ്രകാരം വീടുകൾ 4000 ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ 2018-19 ഹൈക്കോടതിയിൽ കേസിന് പോയി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട വിവരാവകാശ നയം പ്രകാരം അപേക്ഷ കൊടുത്ത് ശങ്കരനാരായണൻ 2021, 22, 23, 24, 25 സാമ്പത്തിക വർഷങ്ങളിൽ ഗൃഹശ്രീ പദ്ധതി പ്രകാരം കേരള സംസ്ഥാന ഡിജിറ്റൽ വീട് നിർമ്മിക്കുന്നതിന് ബഡ്ജറ്റിൽ വീട് നിർമ്മിക്കുന്നതിന് ധനസഹായം സർക്കാർ അനുവദിക്കുകയുണ്ടായ ഏതൊക്കെ ജില്ലകളിൽ എല്ലാ ജില്ലകളുടെ എണ്ണം അനുവദിച്ചിട്ടുണ്ട്. ഗൃഹശ്രീ പദ്ധതി ഭവന നിർമ്മാണ ബോർഡിൽ 2013 മുതലാണ് ആരംഭിച്ചത്. ഇത് ഒരു തുടർ പദ്ധതിയായതിനാൽ ഓരോ വർഷത്തിനും ബജറ്റിൽ വകയിരുത്തുന്ന തുകയ്ക്ക് അനുസൃതമായി അപേക്ഷകൾ സ്വീകരിക്കുകയും ആയതിൽ 2 ലക്ഷം രൂപ സ്പോൺസർ വിഹിതവും ഗുണഭോക്തൃ വിഹിതവും ബോർഡിൽ കൊടുക്കുന്നത് ഗൃഹ നിർമ്മാണത്തിന് അനുമതി നൽകി. സർക്കാരിൽ നിന്നും ഒരു വീടിന് 2 ലക്ഷം രൂപ വീതം സബ്സിഡി ലഭ്യമായി. നിർമ്മാണ പുരോഗതിക്ക് അനുവദിച്ച് 4 ഗഡുവായി തുക അനുവദിച്ചത്. ചില വീടുകൾ നിർമ്മിക്കുന്നതിന് 2023-24 വർഷം മുതൽ സർക്കാർ അനുബന്ധ തുക 3 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ആയതിനാൽ അപേക്ഷകൾ ലഭിക്കുന്ന നടപടി സ്വീകരിച്ചു വരികയാണ്. ഓരോ ജില്ലകളിലെ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ കണക്ക് ഇതോടൊപ്പം ഉൾപ്പെടുത്തുന്നു. 2018-19, 2019-20 കാലങ്ങളിൽ 14 ജില്ലയ്ക്കും ഗൃഹശ്രീ പദ്ധതി പ്രകാരം സന്നദ്ധ സംഘടനകൾക്കും ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും എത്ര എണ്ണം അനുവദിച്ചു? ഗൃഹശ്രീ പദ്ധതി സബ്സിഡി ആനുകൂല്യം സർക്കാർ ഉത്തരവ് പ്രകാരം ദുർബല വായ്പ താഴ്ച വരുമാന വിഭാഗക്കാർക്കാണ്. സന്നദ്ധ സംഘടനകൾക്ക്, NGO, കാരുണ്യവാന്മാരായ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് അല്ലാതെ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും വേണ്ടി വീടുകൾ നേരം അനുവദിക്കുന്നില്ല എന്നും വിവരം അറിയിക്കുന്നു. തിരുവനന്തപുരം 644 കൊടുത്തു, കൊല്ലം 337, പത്തനംതിട്ട 103, ആലപ്പുഴ 362, കോട്ടയം 276, എറണാകുളം 159, തൃശ്ശൂർ 82, ഇടുക്കി 243, പാലക്കാട് 743, ഏറ്റവും ടോപ്പ് പാലക്കാടാണ്. കോഴിക്കോട് 209, മലപ്പുറം 668, വയനാട് 86, കണ്ണൂർ 141, കാസർഗോഡ് 97. ആകെ 4056 വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഹൈക്കോടതിയിൽ പോയി 2018-19 തീയതി പ്രകാരം ഉത്തരവ് അനുവദിച്ചതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം കേരള സർക്കാർ ഗൃഹശ്രീ പദ്ധതിക്ക് കൊടുത്തതിൻ്റെ വിവരാവകാശ നിയമമാണ്. അതിനുശേഷം ഈ ഉത്തരവ് പ്രകാരം സർക്കാരിൽ നിന്ന് 4 പേർ പെറ്റീഷൻ കൊടുക്കുകയും ഈ 1941 17ാമത് WPC 32-257 ഫസ്റ്റ് പെറ്റീഷൻ ശങ്കരനാരായണൻ സൺ ഓഫ് രാമസ്വാമി മുതലിയാർ, മീന, ശകുന്തള, സുദേവൻ, അഡ്വക്കേറ്റ് ജേക്കബ് സെബാസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് 2020 ഓർഡറായി വന്നതാണ്. ഇത് 2019 പെറ്റീഷൻ കൊടുത്ത് 2020 ഓർഡറായി വന്ന പദ്ധതിയാണ് ഇത്. ഇതിന് 4056 ആളുകൾക്ക് ഞാൻ പെറ്റീഷൻ കൊടുത്ത് ഏകദേശം 2 ലക്ഷം രൂപ ചിലവാക്കി. പാലക്കാട് ഒലവക്കോട് ഹൗസിംഗ് ബോർഡ് ഉപരോധിക്കുകയും ചെയ്തതിൻ്റെ ബലമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. 4056 ആളുകൾക്ക് വീട് കൊടുത്തു. അതിന് ഉത്തരവാണ് ഈ കാണിച്ചത്. ഇപ്പോൾ ഞാൻ MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. അത്
കൈചിഹ്നം കിട്ടും എന്ന് തോന്നുന്നില്ല. ടി വി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും നെന്മാറ നിയോജകമണ്ഡലത്തിൽ ടി വി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. കൃഷിയൊക്കെ വിറ്റ് 5.5 ഏക്കർ കൃഷി വിറ്റ് 1.5 സെൻറ്റ് ഭൂമി മാത്രമാണുള്ളത്. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും പണിയെടുത്ത് ഈ വീടുകൾ നൽകുകയുണ്ടായി. 2013 ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി അന്ന് 200 ആൾ കൊടുക്കുകയും പിന്നെ അതിനുശേഷം പിണറായി സർക്കാർ 2016 ശേഷം തരാതിരുന്നതിൻ്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല റിപ്പോർട്ട് 2020 വന്നതിന് ശേഷം ഈ 4056 ആളുകൾക്ക് ഇതുവരെ വീടുകൾ കൊടുക്കുകയുണ്ടായി. ആ കൊടുത്തതിൻ്റെ വീഡിയോ കോൺഫറൻസ് നടത്തി 2020 പിന്നെ അന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് ഇവിടുന്ന് തിരുവനന്തപുരം പോകാൻ കഴിയാതെ പിന്നെ വീഡിയോ കോൺഫറൻസിൽ നടത്തിയിട്ടാണ് പഴയ മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ, നെന്മാറ മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ ഇരിക്കുമ്പോഴാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അന്ന് എൻ സോമനാണ് പ്രസിഡന്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായി, ഭാര്യയും ഞാനും 3 പ്രാവശ്യം തോറ്റു. ഇവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്താണ് ജയിച്ചു വന്നത്. പോത്തുണ്ടി എന്ന സ്ഥലത്ത് CIT ലോഡിങ്ങുകാരും മറ്റുള്ളവരും ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്ത് പാർട്ടിക്കാരുടെയെല്ലാം ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചാണ് ശങ്കരനാരായണൻ എന്ന ഞാൻ ജയിച്ചു വന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെട്ട് അവർക്ക് നേറുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്ത് പൈസ അനുവദിക്കുകയും 14 ജില്ലയ്ക്കും 4056 വീടുകൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും വോട്ട് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടിയെ വൻപിച്ച വിജയപ്രദമാക്കി തരുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.